ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വൈകിട്ട് അട തിന്നാനൊരു പൂതി. അപ്പോൾ ഞങ്ങൾ ഇല പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പറമ്പിലേക്ക് വന്നാട്ടോ. നല്ലൊരു മഴയൊക്കെ പെയ്ത് തോന്നിട്ടുണ്ട്. ഇലയൊക്കെ പൊട്ടിച്ച് വരുമ്പോഴാണ് ഞങ്ങൾ ഈ കുമ്പളങ്ങ നിൽക്കുന്നത്. കുമ്പളങ്ങയൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മഴ പെയ്തുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര ക്ഷീണം. കുറേ പൂവൊക്കെ കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഉണ്ടാവില്ലെന്നൊന്നും അറിയില്ല, പക്ഷേ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറേ. കുമ്പളങ്ങയൊക്കെ കുറച്ച് നേരം നോക്കി നിന്നപ്പോഴാണ് ചേച്ചി വിളിക്കുന്നത്. അപ്പോൾ ചേച്ചി ഞങ്ങൾ ഇലയൊക്കെ പൊട്ടിച്ച് വന്നപ്പോഴേക്ക് തേങ്ങയൊക്കെ ചിരക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര എടുക്കാൻ വേണ്ടിയിട്ട് പാനി വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ശർക്കര നല്ലോണം അരിഞ്ഞ് ചേർന്നാലാണ് തേങ്ങയായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ശർക്കര കുറേ നേരം വെച്ചിട്ട് ഇളക്കുന്നുണ്ട്. പിന്നെ ശർക്കര അരിഞ്ഞപ്പോൾ തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് വെച്ചു. പുറത്ത് നല്ലോണം മഴ പെയ്യുന്നുണ്ട്. നല്ല മഴയായിരുന്നു പുറത്ത്. നല്ല കാറ്റും വീശുന്നുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തു. ശർക്കര ഉരുകിയത് കൊണ്ട് ഇത് കട്ട പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറേ നേരം മിക്സ് ചെയ്തുകൊണ്ടിരുന്നു. ഇന്നൊരു വീഡിയോ കണ്ടാ കേട്ടോ അടേൻ്റെ. അട ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അട കഴിക്കാനായിട്ട് അപ്പം തന്നെ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ഗോതമ്പ് മാവ് വെച്ചിട്ടാട്ടോ അട ഉണ്ടാക്കുന്നത്. ഗോതമ്പ് അട ചുട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. പത്തിരി ചട്ടിയിൽ വെച്ചിട്ട് ചുട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇല പൊട്ടിച്ചുകൊണ്ട് വന്നത് ചെറിയ ചെറിയ പീസാക്കി വെച്ചു. ഇത് അട പരത്താനുള്ള മാവ് പരത്താനുള്ള വലുപ്പത്തിനുള്ള ആ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് വെക്കുന്നത്. ഞങ്ങൾ പൊട്ടിച്ചുകൊണ്ട് വന്നത് വലിയ കഷ്ണമാക്കിയിട്ട് പൊട്ടിച്ചുകൊണ്ട് വന്നത്. അത് ചെറിയ ചെറിയ പീസാക്കി വെച്ചു. അതിൽ പരത്തിയിട്ട് ഇതാക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ അത് ഓരോ ഇല എടുത്തിട്ട് അതിലിങ്ങനെ മാവ് ഇങ്ങനെ പരത്തിക്കൊണ്ടിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ അതിനുള്ളിൽ വെച്ചിട്ട് അതിങ്ങനെ മടക്കി വെച്ചു. ചേച്ചിയായിട്ട് ഉണ്ടാക്കുന്നത്. ചേച്ചിയാണ് ഞങ്ങളുടെ കുക്കുന്നത്. നല്ല നൈസായിട്ട് വേണം അത് പരത്താൻ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ മൺചട്ടിയില്ലേ, മൺചട്ടിയിലാണ് ഇത് ചുടുന്നത്. അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതുണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ചൂടാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ലോണം ചൂടായപ്പോൾ ഞങ്ങളതിൽ ഓരോന്നായിട്ട് ഇട്ടിട്ട് ചുട്ടെടുക്കുക. അങ്ങനെ ഇനി അത് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. ഒരെണ്ണ വയ്ക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ അതിങ്ങനെ ചൂടായി കഴിഞ്ഞിട്ട് അത് നന്നായി ഒരു സൈഡ് വെന്താലും മറിച്ചിടാൻ പറ്റും. അപ്പോൾ ഞങ്ങളത് വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭയങ്കര ആകാംക്ഷ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് മറിച്ചിട്ടു. ഒരു വിധമൊക്കെ അവിടെ വെന്തിട്ടുണ്ടെന്ന് പറയുന്നത് ചേച്ചി. അപ്പോൾ ഒന്നുകൂടി ആവണം എന്ന് പറഞ്ഞാൽ തിരിച്ചു മറിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി ആ സൈഡും കൂടി ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ മഴയും അടയും ചായയും നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ നല്ല തണുപ്പുമാണ്. അപ്പോൾ ഞങ്ങൾ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണെങ്കിൽ ആവുന്നില്ല, പതുക്കെ ആവുന്നുള്ളൂ. ഗോതമ്പ് മാവായതുകൊണ്ട് നല്ലോണം വേവണം എന്നാണ് ചേച്ചി പറയുന്നത്. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നാൽ ശർക്കരപ്പാനിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി വരണം അത്ര. അങ്ങനെ ഒന്ന് വെച്ചു. ബാക്കിയൊക്കെ ചേച്ചി ഇങ്ങനെ പരത്തി വെച്ചിട്ട് ചുടാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്ലേറ്റിൽ. അപ്പം ഇതൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചായ ഒന്നതായിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റവിൽ പാത്രം വെച്ചിട്ട് പാല് വെച്ചിട്ട് സ്പെഷ്യൽ ചായ ഇഞ്ചി ചായയാണ്. അപ്പോൾ പാല് വെച്ചിട്ട് ഞങ്ങൾ പാല് ഇറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ പാലൊന്നുകൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇഞ്ചി ചതച്ചിട്ട് അതിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഞ്ചീൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നന്നായി ചതച്ചിട്ട് അതിലേക്ക് ഇട്ടു. പിന്നെ അത് തിളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റ്. അപ്പോൾ അപ്പുറത്ത് അട ആയും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഞങ്ങൾ ഇഞ്ചൊക്കെ ഇട്ടിട്ട് അത് തിളച്ച് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ അതാ അട ആയും കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നായിട്ട് ഓരോന്ന് വെച്ചിട്ട് ടൈം കളയണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ രണ്ടെണ്ണം വീതം വെച്ച് തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ പാല് തിളയ്ക്കാനുള്ള വെയിറ്റിങ്ങിലായി. പാല് തിളച്ചുകൊണ്ട് വരുന്നുണ്ടെന്ന് തോന്നണം. അപ്പോഴേക്ക് പാല് തിളച്ചു. പിന്നെ അതിൽ ചായപ്പൊടി ഇട്ടു. അങ്ങനെ ഞങ്ങൾ ചായ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അടയൊക്കെ ഒരു വിധമൊക്കെ റെഡിയായി തുടങ്ങിയിട്ടുണ്ടായി. ചായ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ചായയൊക്കെ റെഡിയായി. അട ഇനി ഒന്നുകൂടെ ഉണ്ടാവാൻ അതവിടെ നിന്ന് ആവുന്നുണ്ട്. ചായ ഇതൊക്കെ ആയി തുടങ്ങി. നമുക്ക് ചായ ഇറക്കാല്ലേ.
ക്ലാസ്സിൽ ചായയൊക്കെ പകർത്തി ചായ കുടിക്കാൻ പോവാട്ടോ. നല്ല കോമ്പിനേഷനാണ്. നല്ല മഴയുണ്ട് പുറത്ത്. മഴയും ചൂട് ചായയും ചൂടാടി. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.